ഈ പണ്ടൊക്കെ പിന്നെ എന്ന് പറയും, ഇപ്പം എല്ലാം സ്പോട്ടിലാണ്. ഈ ദൈവം ഉണ്ടെന്നൊക്കെ പറയണത് അത് സത്യമാണ് കേട്ടോ. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒന്നുകൂടെ പ്രൂവ് ചെയ്ത്. കാരണം ഞാൻ ഇപ്പോൾ കുറച്ച് മുമ്പ് ഒരു വാർത്ത കണ്ട്, ബി ഉണ്ണികൃഷ്ണനെതിരെ കേസെടുത്തെന്ന്. ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് എന്നെ സംഘടനയിൽ നിന്ന് ഒരു കാരണമില്ലാതെ സസ്പെൻഷൻ നോട്ടീസ് തന്നു എൻ്റെ യൂണിയനിൽ നിന്ന്. അതായത് ഫെഫ്ക സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സ് യൂണിയൻ എന്ന് പറഞ്ഞൊരു യൂണിയനുണ്ട്. ഈ യൂണിയൻ്റെയൊക്കെ ആവശ്യകത എന്ന് പറയുമ്പോൾ ആരെങ്കിലും മരിക്കുമ്പം റീത്ത് വയ്ക്കുക എന്നുള്ളതല്ലാതെ വേറെ വലിയ ഗുണമൊന്നുമില്ല. ഞാൻ സാധാരണക്കാരനായ ഒരു മെമ്പറിനെ സംബന്ധിച്ച് റീത്ത് വയ്ക്കുക എന്നുള്ളതല്ലാതെ, ഒരു റീത്ത് കിട്ടുക എന്നുള്ളതല്ലാതെ വേറെ ഒരു ഗുണമില്ല. നമ്മളതിനുവേണ്ടി കൊടുക്കേണ്ടത് 1,00,000 രൂപയും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു മെമ്പറിൻ്റെ വീട്ടിൽ വെള്ളം കയറി, മലപ്പുറത്തുള്ളൊരു പയ്യൻ്റെ വീട്ടിൽ വെള്ളം കയറി. ആ വെള്ളം കയറിയ സമയത്ത് സ്വാഭാവികമായിട്ടും ഗ്രൂപ്പിൽ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ട് പറഞ്ഞ് അവനെ ഒന്ന് സഹായിക്കണം, പാവമാണ്. ഇപ്പോഴും നമ്മളൊരു യൂണിയൻ എന്നൊക്കെ പറയുമ്പോൾ അതാണല്ലോ, നമ്മളൊരു ആവശ്യത്തിനല്ലേ നമ്മളെല്ലാവരും സഹായിക്കേണ്ടത്. ഞാനത് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ് കമ്മിറ്റി കൂടിയിട്ട് സൗകര്യമുള്ളപ്പോൾ ചെയ്യാമെന്ന്. അങ്ങനെയാണ് പറഞ്ഞത്, സൗകര്യമുള്ളപ്പോൾ ചെയ്യാമെന്ന്. പക്ഷെ എന്തായാലും നാളിതുവരെ ഇത് നടന്നിട്ട് ഏതാണ്ട് 6 മാസത്തിൽ കൂടുതലായി. ഈ നിമിഷം വരെ ആ പയ്യന് 1 രൂപ പോലും കൊടുത്തിട്ടില്ല. പക്ഷെ അപ്പോഴും തന്നെ അവൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ലയെന്ന് അറിഞ്ഞിട്ട് തന്നെ ഞാൻ ആദ്യം ഒരു എമൗണ്ട് അവൻ്റെ അക്കൗണ്ടിൽ ഗൂഗിൾ പേ ചെയ്തിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ ഫെഫ്കയുടെ യൂണിയനിലങ്ങിട്ട് ഇതിലിട്ട് ഗ്രൂപ്പിലിട്ടപ്പം നല്ല മെമ്പർമാരായിട്ടുള്ള കുറേ നല്ല ആൾക്കാരുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 500, 1000, 2000 രൂപ വീതം അവരിട്ട് എല്ലാം കൂടെ ഞങ്ങളൊരു 15,000 രൂപ ഒരു 10-15 മിനിറ്റിനകത്ത് തന്നെ അവൻ്റെ അക്കൗണ്ടിൽ നമുക്ക് കൊടുക്കാൻ പറ്റി. ഈ കൊടുത്തതാണ് ഇവരെ പ്രകോപിപ്പിച്ച ഏറ്റവും വലിയ കാര്യം. കാരണം യൂണിയനേക്കാൾ വലുതായിട്ട് ആരും വളരരുത് എന്നാണ് ഞങ്ങളുടെ സംഘടനയുടെ അജണ്ട. ഇനി ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ സംഘടനയുടെ സെക്രട്ടറി, പ്രസിഡന്റ്, ഇങ്ങനെയുള്ളവരൊക്കെ ഒരു സിനിമ പോലും മലയാളത്തിൽ ചെയ്തവരല്ല. ഒരു സിനിമ പോലും ചെയ്യാത്ത ആളാണ് ഏതാണ്ട് 8-9 വർഷം കൊണ്ട് പ്രസിഡൻ്റായിട്ട് നിൽക്കുന്ന ആൾ, സെക്രട്ടറി ആയിട്ട് നിൽക്കുന്ന ആൾ തോന്നുന്നു. കാരണം ഇവർക്ക് അധികാരം മാത്രം മതി. അതിനു മുമ്പ് ഒരു വലിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-18 ലക്ഷം രൂപ വേറൊരു പ്രസിഡന്റ് കൊണ്ടുപോയി. അപ്പോൾ ഇവർക്കൊക്കെ എത്ര വേണോ കൊണ്ടുപോകാം. ഒരു പാവപ്പെട്ടവൻ്റെ വീട്ടിൽ വെള്ളം കയറുകയോ അല്ലെങ്കിൽ വേറൊരു മെമ്പറിന് അതുപോലെ തന്നെ അയാൾക്ക് സ്ട്രോക്ക് വന്നു. ഈ സ്ട്രോക്ക് വന്ന സമയത്ത് ഞാൻ പറഞ്ഞ് വല്ലതും കൊടുക്കണം പാവമെന്ന്. പക്ഷെ അയാളെ സംഘടനയെ പുറത്താക്കി. ഈ സ്ട്രോക്ക് വന്ന് നടക്കുന്ന ആളുടെ അടുത്ത് ഇവർ പറയാണ് ലെറ്റർ എഴുതി കൊടുക്കാൻ. എങ്ങനെയുണ്ട്? ഇതാണ് യൂണിയൻ്റെ ഒരു വൃത്തികെട്ട നിലപാട്. എന്തായാലും എനിക്ക് സസ്പെൻഷൻ ചെന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൂ. കാരണം ഇങ്ങനെ ഒരു സംഘടനയിൽ വർക്ക് ചെയ്യേണ്ട ഗതികേടൊന്നും എനിക്ക് ദൈവം സഹായിച്ച് ഇപ്പം ഇല്ല. ദൈവം ഇഷ്ടം പോലെ കല്യാണം അവർക്കുണ്ട്. ഞാൻ കല്യാണം എടുത്ത് അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ എൻ്റെ അടുത്ത് കാണിക്കാത്ത ഒരു മനസാക്ഷി രഹിത പരിപാടി ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിക്കില്ല. പക്ഷേ എന്നെ വി ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ ആഴ്ച എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഇനി നിങ്ങൾ മലയാള സിനിമ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കില്ലെന്ന്. സത്യം പറഞ്ഞാൽ ഇത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും ഈ ദൈവം എന്ന് പറയണതേ ഒരു വലിയ സംഭവമാണ്. മിസ്റ്റർ മാടമ്പി, നിങ്ങളത് മനസ്സിലാക്കുക. എനിക്ക് എത്ര പറയാനുള്ളൂ. കാരണം നിങ്ങളെയൊക്കെ പലരും പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. നിങ്ങളെ ആളെ പേടിച്ചിട്ടല്ല. നിങ്ങൾ ചിലപ്പോൾ ഇനി ഒരു സിനിമ കൊടുക്കൂലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് സിനിമയാണ് ചെയ്യണം. കാരണം ഏതാണ്ട് 100ഓളം സിനിമ ഞാൻ ചെയ്ത് കഴിഞ്ഞ്. ഞാൻ വെറും ഒരു സിനിമ ചെയ്തിട്ട് പോകാൻ വേണ്ടി വന്ന ആളാണ്. പക്ഷേ 10-100 പടം ചെയ്തതൊക്കെ വലിയ പടങ്ങൾ തന്നെയാണ്. എല്ലാം നല്ല സൂപ്പർ സ്റ്റാർ പടങ്ങളൊക്കെ തന്നെ ചെയ്തത്. സിനിമയോടുള്ള ആഗ്രഹമൊക്കെ തീർന്നു. ഇനി എനിക്ക് 2 പിള്ളേരെയും വളർത്തി മര്യാദയ്ക്ക് കുറേ കല്യാണമൊക്കെ ചെയ്ത് എൻ്റെ കൂടെ ഇപ്പോൾ ഡിപ്പെൻഡ് ചെയ്ത് കുറേ പിള്ളേരുണ്ട്. ഒരു 10-25 പിള്ളേർ എൻ്റെ കൂടെ ജോലിയുണ്ട്. അപ്പോൾ അവരെ എന്നെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. അപ്പം എന്തായാലും ഇനി സിനിമയിലൊന്നും നടന്ന് കളിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. എന്തായാലും നിങ്ങൾ തന്ന സസ്പെൻഷൻ ഓർഡർ സോമാനസാല 2 കൈ നീട്ടി വലിച്ച് കളയാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈ എന്നും എല്ലാ കാലത്തും ദൈവം നിങ്ങളുടെ നിൽക്കില്ല. ദൈവം ന്യായത്തിൻ്റെ കൂടെയൊക്കെ നിൽക്കും കേട്ടോ. അപ്പം ഞാൻ ചെയ്ത തെറ്റിത്രേ ഉള്ളൂ. കൂടെ നിന്നൊരു പയ്യൻ്റെ വീട്ടിൽ വെള്ളം കയറിയപ്പം അവനെ ഒന്ന് സഹായിച്ച്, ഒരു മനസാക്ഷിത്വം കാണിച്ച്. അതിനാണ് നിങ്ങൾ എന്നെ സസ്പെൻഡ് ചെയ്തത്. അപ്പം നിങ്ങളെക്കാൾ വളരാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ അജണ്ട എന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഞാൻ കൊടുക്കുന്ന വില ഇത്രയേ ഉള്ളൂ. ഈ വിലയേ ഉള്ളൂ എനിക്ക്. ഓക്കെ, താങ്ക് യു.